ഏറ്റുമാനൂർ ജൈനമ്മ കൊലക്കേസിൽ നിർണായക കണ്ടെത്തൽ. പ്രതി സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേത് എന്ന് പരിശോധനയിൽ തെളിഞ്ഞു. ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വളരെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഈ കേസിന് ഉണ്ടാക്കാൻ പോകുന്നത്. അശ്വിൻ പാലാഴി തത്സമയം വീണ്ടും ചേരുകയാണ്. അശ്വിൻ, ഒരുപക്ഷെ ഇത്ര കാലവും ഈ കൊലപാതകത്തിൽ നിന്നും തനിക്ക് പങ്കില്ല, ഈ തിരോധാനത്തിൽ പങ്കില്ല എന്ന രീതിയിൽ വായും പൂട്ടിയിരിക്കുകയായിരുന്നല്ലോ സെബാസ്റ്റ്യൻ. എന്നാൽ സെബാസ്റ്റ്യൻ്റെ വായ തുറപ്പിക്കാൻ രക്തക്കറ പരിശോധന ഉപകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പറയൂ. തീർച്ചയായും എസ് കെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ആഴ്ച നീണ്ട കസ്റ്റഡി കാലാവധിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഗുണകരമാകുന്ന ഒന്നും തന്നെ സെബാസ്റ്റ്യൻ്റെ വായിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നില്ല. അത് പോലീസിൻ്റേതായ രീതിയിൽ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന് അറിയാമായിരുന്നിട്ടല്ല, പക്ഷേ അവിടെ ഉള്ള ഒരു പ്രതിസന്ധി, സെബാസ്റ്റ്യൻ ചില രോഗങ്ങൾ പിടിപെട്ട ആളാണെന്നുള്ളതുകൊണ്ട് ആ രീതിയിലൊന്നും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അത് മുതലെടുക്കുകയായിരുന്നു സെബാസ്റ്റ്യൻ, ഒന്നും വിട്ടു പറഞ്ഞില്ല. എന്തായാലും ആ മൗനത്തെ ഉടയ്ക്കുന്നതാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ശാസ്ത്രീയ പരിശോധനാ ഫലം. അത് രക്തക്കറയുടേതാണ്. കഴിഞ്ഞ 24-ാം തീയതി സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിലാണ് ഹാളിൻ്റെ ഒരു മൂലയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയത്. ആ രക്തക്കറ അന്ന് തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഫലം പൂർണ്ണമായും കിട്ടിയിട്ടില്ല, പക്ഷേ വാക്കാൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഈ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഈ കാര്യങ്ങൾ അറിയിച്ചത് ജൈനമ്മയുടെ തന്നെയാണ് ഈ രക്തക്കറ എന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൻ്റെ സ്ഥിരീകരണമാണ്. അതോടുകൂടി ഈ ജൈനമ്മ സെബാസ്റ്റ്യൻ്റെ വീട്ടിലെത്തിയെന്നും അവിടെ എന്തൊക്കെയോ സംഭവിച്ചു എന്നും അതിനുശേഷമാണ് ജൈനമ്മയെ കാണാതായി എന്നുമുള്ള ഈ അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ സാധൂകരിക്കപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴും ജൈനമ്മ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാനാവുന്ന തെളിവില്ല. കാരണം എല്ലുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി വന്നാൽ മാത്രമേ അത് ജൈനമ്മയുടേതാണ് എന്ന് തെളിഞ്ഞാൽ മാത്രമേ ജൈനമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് സ്ഥിരീകരിക്കാനാവുകയുള്ളൂ. പക്ഷേ എല്ലുകളുടെ ഈ പരിശോധനാ ഫലം എത്താൻ ഇനിയും വൈകും എന്നുള്ളതാണ് പറയുന്നത്. കാരണം അവിടെ സെബാസ്റ്റ്യൻ ചെയ്ത ഒരു അതിബുദ്ധിയുണ്ട്. കത്തിച്ചതിന് ശേഷം എല്ലുകൾ വീണ്ടും രണ്ടാമതൊന്നുകൂടി കത്തിച്ച ശേഷമാണ് ഈ പറമ്പിൽ നിക്ഷേപിച്ചത്. അങ്ങനെ രണ്ടാമതൊന്നുകൂടി കത്തിച്ചത് കൊണ്ട് തന്നെ ഈ DNA പരിശോധനാ ഫലം അതിസങ്കീർണമാണ്. അത് കണ്ടെത്തുക എന്നുള്ളത് ഈ ഫോറൻസിക് വിദഗ്ധരെ സംബന്ധിച്ചും സങ്കീർണമാണ്. അതുകൊണ്ട് ആ പരിശോധനാ ഫലം ഇനിയും വൈകും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അന്വേഷണത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു തെളിവ് തന്നെയാണ് രക്തക്കറ. ഈ സെബാസ്റ്റ്യൻ്റെ ഇന്നലെ കസ്റ്റഡി കാലാവധി അവസാനിച്ച് ഇന്നലെ വീണ്ടും 26 വരെ റിമാൻഡിലേക്ക് വിട്ടിരുന്നു. വീണ്ടും കസ്റ്റഡി അപേക്ഷ കൊടുക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം മുതിരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നിലവിൽ സെബാസ്റ്റ്യൻ്റെ മൗനം അത് ഇല്ലാതാക്കി എന്തെങ്കിലുമൊക്കെ മറുപടി സെബാസ്റ്റ്യനെ കൊണ്ട് പറയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നിർണായക വഴിത്തിരിവാണ് ഈ രാസപരിശോധനാ ഫലം. വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.